ഖബറിലെ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഖബറിലെ ഒരു അത്ഭുതം, ഖബറിലെ ഒരു അത്ഭുതം. ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമായി, ആകാശലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയ സമയത്ത് ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ കണ്ടു ഖബറിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. ഖബറിലെ അത്ഭുതം, ഖബറിൽ കൃഷി ചെയ്യുന്നു. ഈ സ്ഥലത്ത് എങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഈ സ്ഥലത്ത് എങ്ങനെ ഖബറിൽ കൃഷി ചെയ്യുക? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ നമുക്കങ്ങനെയാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മുടെ നന്മകളൊക്കെ അത്തരത്തിലേ ഉള്ളൂ. സാലിഹീങ്ങളാകുന്ന ആളുകൾ, സജ്ജനങ്ങൾക്ക് കണ്ണെത്താ ദൂരത്ത്, മദ്ദൽ ബസർ കണ്ണെത്തുന്നതാകുന്ന ദൂരം അത്രയും അവർക്ക് വിശാലത നൽകപ്പെടും. 6 അടി മണ്ണിന്റെ ഇരുട്ടറയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയതു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കണ്ടുപോയ സ്വഹാബാ, യസ്റഊന ഫീ യൗം വയഹ്സുദൂന ഫീ യൗം. അവർ ഒരേ ദിവസം അതാ വിത്തിറക്കുകയാണ്, വൈകുന്നേരമാകുമ്പോ വയഹ്സുദൂന ഫീ യൗം. അതേ ദിവസത്തിൽ തന്നെ അവർ കൊയ്തെടുക്കും. രാവിലെ വിത്തിറക്കും, വൈകുന്നേരം കൊയ്തെടുക്കും. അങ്ങനത്തെ ചില ആളുകൾ. എന്താ എവിടെയത്? ഖബറിലെ കാര്യം, ഖബറിലെ അത്ഭുതം, കാണാൻ അറിയാത്ത അത്ഭുതം. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണല്ലോ ഉസ്താദേ. ഞാനിത് പറയുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന ചില വിഷയങ്ങളാണ് ഖബറിൽ നടക്കുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇസ്റാ മിഅ്റാജ് നടത്തിയ രാവിൽ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് 27-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിച്ചു തന്നു ഒരു സമൂഹത്തെ, ഒരു കൂട്ടം ആളുകളെ. യസ്റഊന ഫീ യൗമിൻ വയഹ്സുദൂന ഫീ ദാലികൽ യൗം. രാവിലെ തന്നെ അവർ വിത്തിറക്കുന്നു, വൈകുന്നേരം അവർ കൊയ്തെടുക്കുന്നു. അങ്ങനത്തെ ചില ആളുകൾ ഖബറിൽ കൃഷി ചെയ്യാൻ. ഖബറിൽ കൃഷി വെറുതെ ഇരിക്കുന്നില്ല. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയവരാണ്, പക്ഷെ ഖബറിൽ അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഫഖുൽതു ലിജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലാ യാ ജിബ്രീൽ, മൻ ഹൗലാ യാ ജിബ്രീൽ, ജിബ്രീലേ ആരാണിവർ എന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഹുമുൽ മുഹാജിറൂൻ, അവരാണ് ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി തന്റെ കുടുംബത്തെ, തന്റെ സമ്പത്തിനെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി മാറ്റിവെച്ചവര്, തന്റെ കുടുംബത്തെ മുഴുവനും അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിജ്റ പോയവരാണ്. അവർ മുഹാജിറുകളാകുന്ന സ്വഹാബത്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതാകുന്ന സ്വഹാബത്ത്, അവരാണ് എവിടെ? ഖബറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പരിപാടി എന്താ? അവർ ഖബറിൽ കൃഷി ചെയ്യുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഇവിടെ ശ്രദ്ധിക്കും. ഇതൊക്കെയാണ് ഖബറിൽ നടക്കുന്ന സംഭവം. നമ്മൾ മനസ്സിലാക്കിയതിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ അവിടെ പോയി വെറുതെ കുത്തിയിരിക്കുകയല്ല. അവിടെ പല പരിപാടികളുണ്ട്. അവിടെ എഴുത്തും കുത്തുണ്ട്. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കഫം പുടവിലേക്ക് എഴുത്തും കുത്തുണ്ട്. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃഷി ഇറക്കാൻ, വിത്തിറക്കാൻ ആര്? മുഹാജിറുകളാകുന്ന ആളുകൾ, സ്വഹാബത്തെ കിറാം. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടല്ലേ അവരെ പറ്റി പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഹാജിറുകളാകുന്ന ആളുകൾ, അൻസാരികൾ, അവരൊക്കെ ഏറ്റവും വലിയ വിജയം വരിച്ച ആളുകളാണ്. അള്ളാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു, അവരും റബ്ബിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ പറയുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലെ അത്ഭുതം മാത്രമല്ല, ഖബറിൽ ചില ആളുകളെ തന്നെ അള്ളാഹുവിന്റെ റസൂല് സ്വർഗീയ ആരാമമായിട്ട് ആ സ്വർഗത്തിൽ തത്തിക്കളിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വർഗ്ഗത്തിൽ പറക്കുന്നതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. അദ്ദേഹം വഫാത്തായി, ഖബറിൽ കിടക്കാൻ. പക്ഷെ അപ്പൊ തന്നെ എവിടെ കണ്ടു? സ്വർഗ്ഗത്തിൽ കണ്ടു. അഥവാ ഖബർ എന്താണ്? അദ്ദേഹത്തെ സ്വർഗീയ ആരാമമാക്കിയിരിക്കുകയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ ഹംസയെ കണ്ടു റളിയല്ലാഹു അൻഹു. ഉഹദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് വെട്ടേറ്റുകൊണ്ട് 70ഓളം വെട്ടേറ്റുകൊണ്ട് ഷഹീദായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു സയ്യിദു ശുഹദാ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന മഹാനവരുകളെ ഞാൻ കണ്ടു. സ്വർഗീയ ആരാമത്തിൽ തത്തിക്കളിക്കുന്നതായി, അഥവാ ഖബർ തന്നെ അദ്ദേഹത്തിന് സ്വർഗീയ ആരമായിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയെത്ര സഹാബത്തിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു മുഅത്തത്ത് യുദ്ധത്തിൽ വെച്ച് ഷഹീദായ മനുഷ്യനാണ്. മുഅത്തത്ത് യുദ്ധത്തിൽ വെച്ച് ഷഹീദായ വ്യക്തിയാണ്. യുദ്ധം കഴിഞ്ഞ് കൊടുമ്പിരി കൊണ്ട് കിടക്കുന്നതാകുന്ന ആ യുദ്ധം കഴിഞ്ഞതാകുന്ന രണഭൂമിയിലേക്ക് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന പ്രിയതമ കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് അന്വേഷിക്കുന്ന, നബിയേ എന്റെ ഭർത്താവ് എവിടെ? വിധങ്ങൾ പറഞ്ഞു, ഇന്നഹു ഷഹീദുൻ, അദ്ദേഹം ഷഹീദായിട്ടുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, ഇന്നഹു യതീറു ഫിൽ ജന്ന കമാ തതീറു തയ്റു ഫിൽ ഹവാ. അദ്ദേഹം സ്വർഗത്തിലെ പരിമളം ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിലെ പക്ഷിയായി പറവയായി തത്തിക്കളിക്കുകയാണ് ഖബറിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഖബറിൽ ഒരു കിളിയെ പോലെ കടക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി കമാ തതീറു തയ്റു ഫിൽ ഹവാഇ, ആകാശലോകത്തിലൂടെ വായുവിലൂടെ വട്ടമിട്ട് പറക്കുന്നതാകുന്ന പറവകളെ പോലെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമാകുന്ന ലോകം തീർത്തിരിക്കുകയാണ്. അതിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ആലമുൽ ബർസഖ് അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഖബറിന്റെ ലോകം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. നമ്മൾ മനസ്സിലാക്കിയതിലെ 4 അടി അടിയിലേക്ക് കൊണ്ടുപോയി വെച്ച് ഇരുട്ടറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് അത് നമുക്കാണ്. തിന്മകൾ ചെയ്യുന്ന ആളുകൾ അല്ലാഹു നമ്മളെ നന്മയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നന്മയുടെ കൂട്ടത്തിലുള്ള ആളുകൾ, സ്വഹാബത്തെ കിറാം, മുഹാജിറുകളാകുന്ന ആളുകൾ, അവരൊക്കെ അവിടെ വിത്തിറക്കി കൃഷി ചെയ്യാൻ. രാവിലെ വിത്തിറക്കും, വൈകിട്ട് നെയ്യും, ഇത് കൊയ്തെടുക്കും. മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖബറിൽ സ്വർഗീയ ആരാമത്തിൽ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷികൾ ആകാശലോകത്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ പക്ഷിക്ക് കറങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ചെറിയ കൂട് വരല്ലോ, നല്ലതുപോലെ വിശാലമായ രീതിയിൽ കറങ്ങണമെങ്കിൽ, പ്രത്യേകിച്ച് സ്വർഗ്ഗത്തിലാണെങ്കിൽ. അപ്പോൾ ഖബർ അത്രത്തോളം വിശാലമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലെ ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഖബറിൽ അത്ഭുതമാണ്. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ, എത്രയെത്ര ശിക്ഷകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ശിക്ഷകളും സംഭവങ്ങളും ഒക്കെ ഏകദേശം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് മവാഹിബുൽ ജലിയ. അത് ഒരെണ്ണം നിർബന്ധമായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുമിക്കണം. അത് വാങ്ങിക്കണം. നമ്മൾ ആകെ 250 രൂപ 300 രൂപയാണെന്ന് എന്റെ ഓർമ്മ വരെ. അതാണ് നമ്മൾ എത്രയോ പൈസ നമ്മൾ ഹറാമായ രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്നു. അല്ലാഹു ഹലാലിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. 300 രൂപ എടുത്ത് അതൊരെണ്ണം നമ്മൾ സ്വന്തമാക്കണം. ഓരോ വീട്ടിലും അത് അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഡെയിലി ഒരു ദിവസം ഒരു പേജെങ്കിലും ഒന്ന് വായിക്കാൻ പറയാം. മലയാളമല്ലേ, നമ്മുടെ നാട്ടുകാരനല്ലേ എഴുതിയത്, ഓന്തിരായ ഉസ്താദല്ലേ, വലിയ വലിയ ആലിമീങ്ങൾ പോലും അത് നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ. എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, എന്താണത്, വല്ലാത്തൊരു കാവ്യമാണ്. കാരണം അതെന്താണ്, ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിന് കിതാബ്, ഇന്ന കിതാബ് ഇത്രാമത്തെ പേജ് എന്ന് പറയുന്നു. അതൊരു സംഭവം. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ എന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണെന്ന് തുഹഫയിലുള്ളത്. കണ്ടാൽ ആദ്യം എന്ത് വേണം, സലാം പറഞ്ഞിട്ടായിരിക്കണം തുടങ്ങേണ്ടത്, വർത്താനം പറഞ്ഞിട്ടല്ല. ഒരാൾ സലാം പറയാതെ വർത്തമാനം പറഞ്ഞിട്ട് തുടങ്ങിയാലോ പിന്നീട് അവർ സലാം പറയുന്നത് അസ്ഥാനത്താണ്, അത് സ്ഥാനത്തല്ല. അതെവിടെ പറഞ്ഞിട്ടുണ്ട്? അതാ ഇബ്നു ഹജറുൽ ഹൈതമി ശാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താദിൽ പറഞ്ഞിട്ടുണ്ട്. സലാം കൊണ്ട് മിണ്ടലാണ് വേണ്ടതെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അത് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്. നോക്ക് നിങ്ങൾ എന്ന് തുടങ്ങി 4 വരിയെ പാടിയിട്ടുള്ളൂ. പക്ഷെ അതിൽ പല കിതാബുകൾ നോക്കിയിട്ട് റഫർ ചെയ്തിട്ടാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഉപോത്ബലകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് ചോദിക്കുന്നത്. എന്ത് പറഞ്ഞാലും തെളിവുണ്ട്. എവിടെ ഉസ്താദ് അത് പറഞ്ഞു? എവിടെ പറഞ്ഞു?
ഇതെല്ലാം പറഞ്ഞതിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രന്ഥം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കെ അത് ഒരെണ്ണം വാങ്ങണം, അത് വായിക്കണം എങ്കിൽ ഹൃദയം തീർച്ചയായും സ്ഫുടം ചെയ്യും. ഞാൻ ഇന്ന് ആ ബൈത്ത് മുഴുവൻ പാടുന്നില്ല ഖബറിനെ കുറിച്ച്, കാരണം നിങ്ങളൊക്കെ അത് വാങ്ങിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അത് വാങ്ങണം, അത് മനസ്സിലാക്കണം. ഒരുപാട് വിഷയങ്ങൾ, ഖബറിലെ രംഗങ്ങൾ, അതിലെ വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങൾ വളരെ റാഹത്തായ നിലയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഖബർ മാത്രമല്ല, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു, സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, സതുപദേശം എന്ന ഹെഡിങ് വെച്ചുകൊണ്ട് പറഞ്ഞു, കല്യാണത്തിലെയും അതിലെ ആർഭാടങ്ങളെ കുറിച്ച് പറഞ്ഞു, മനുഷ്യനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു, ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു, ഒരു മുഅല്ലിമിനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു. എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ആലിമിന് ഉപകരിക്കും, മുത്തഅല്ലിമികൾക്ക് ഉപകരിക്കും, സാധാരണക്കാർ ഉപകരിക്കും, എല്ലാവർക്കും ഉപകരിക്കും. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം അല്ലാഹു അത് പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലെ എത്രയോ ശിക്ഷകൾ സഹോദരങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, റഅയ്തു ഫീഹാ ഖൗമാ, ഖബറിൽ ചില ജനങ്ങളെ ഞാൻ കണ്ടുപോയ സ്വഹാബ, വലഹും ലഹുമുൻ നദീജ് വലഹുമുൻ ആഖറു ഖബീസ്, അവരുടെ അടുക്കൽ നല്ലതാകുന്ന വേവിച്ചതാകുന്ന മാംസമുണ്ട്, മോശപ്പെട്ടതാകുന്ന മാംസവും അവരുടെ അടുക്കലുണ്ട്. ആ ഖബറിലുള്ള ആളുകളോട് മലക്കുകൾ മോശപ്പെട്ട മാംസം തിന്നാൻ നിർബന്ധിക്കുകയാണ്. ഖബറിലുള്ളവരോട് പറയുകയാണ്, സഹോദരാ സഹോദരി, നീ തീർച്ചയായിട്ടും ഈ മോശപ്പെട്ട മാംസം തിന്നണേ എന്ന് പറയുകയാണ്. അവരെ കൊണ്ട് അടിച്ചുകൊണ്ട് തീറ്റിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വിശാലമായ പ്രവിശാലമായ നല്ല സുന്ദരമാക്കപ്പെട്ട സ്വാദിഷ്ടമാകുന്ന ഭക്ഷണ തളികകളുണ്ട്. പക്ഷേ അത് കഴിക്കാൻ അവരോട് കൽപ്പിക്കുന്നില്ല. അവരോട് അടിച്ചുകൊണ്ട് മോശപ്പെട്ടതാകുന്ന ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ പറയുകയാണ്. ഫഖുൽതു ജിബ്രീൽ, ഖബറിൽ നടക്കുന്ന ഈ അത്ഭുതത്തെ കണ്ടുകൊണ്ട്, ഖബറിൽ നടക്കുന്ന ഈ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, ജിബ്രീലേ മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഇത്? എന്തൊരു വലിയ ശിക്ഷയാണ്, എന്തൊരു വലിയ പ്രയാസമാണ്, എന്താണ് ഇവർ ചെയ്തതാകുന്ന തെറ്റെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വലഹും ഇംറാത്തുൻ ഹലാൽ, അവർക്കത് അനുവദനീയമാകുന്ന മാർഗത്തിലൂടെ വിവാഹത്തിലൂടെയുള്ള ഹലാലാകുന്ന ദമ്പതിമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്. പക്ഷേ വതറകൂഹുന്ന ലിസിനാ, ആ സ്ത്രീകളെയെല്ലാം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വ്യഭിചാരത്തിന് വേണ്ടി ഉപേക്ഷിച്ചിരുന്നവരാണ്. ദുനിയാവിൽ ജീവിച്ചിരുന്നതാകുന്ന സന്ദർഭത്തിൽ അവരവരുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, പാവപ്പെട്ട സഹോദരിമാര് സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ ആ സ്ത്രീകളെ മറന്നുകൊണ്ട് ഗുണ്ടൽപേട്ടിലേക്ക് പോയ സഹോദരനാണ്. ആ സഹോദരിമാരെ മറന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന കാമഭ്രാന്തുള്ളതാകുന്ന സിറഫുത്തിലേക്ക് യാത്ര തിരിച്ചവരാണ്. അവരുടെ വികാര വിചാരങ്ങളെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ വേണ്ടി വ്യഭിചാരശാലകളിലേക്ക് പോയവരാ. അവരാണ് ആ ഖബറിൽ വെച്ച് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. മോശപ്പെട്ട മാംസം അവരെ നിർബന്ധിച്ച് തീറ്റിക്കുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഹലാലായ ഭാര്യമാരുണ്ടായിരിക്കെ ആ ഭാര്യമാരെ മറന്ന് അന്യരാകുന്ന സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി തയ്യാറെടുത്തതാകുന്ന സഹോദരങ്ങൾ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതേപോലെ തന്നെ ഭാര്യമാർക്കും സ്ത്രീകൾക്കും ഇത് തന്നെയാണ് ശിക്ഷ. ദുനിയാവിൽ ഭർത്താവിനെ മറന്നിട്ട് ഇതര സമുദായത്തിലെ സഹോദരൻ, അല്ലെങ്കിൽ അവൾക്ക് അനുവദിക്കപ്പെടാത്തതാകുന്ന ഹറാമായപ്പെട്ടതാകുന്ന സഹോദരങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാകുന്ന വ്യഭിചരിക്കുന്നതാകുന്ന സഹോദരിമാർക്കും 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ശിക്ഷ തുടങ്ങാം. മശറയിൽ വേറെ അങ്ങനെയുണ്ട്. എന്താ ഉസ്താദ് ഖബറിലെ ശിക്ഷയെ പറയുന്നത്? ഖബറിലെ വിഷയമാണ്. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് മഹ്ശറിൽ വേറെയുണ്ട്.
ഇത് ഖബറിലേക്ക് എത്തുമ്പോ ഖബറിൽ വെച്ച് അവർക്ക് നല്ല ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ആ ഭക്ഷണം കഴിക്കാൻ അതിലേക്ക് അവരുടെ കൈ കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന സമ്മതിക്കൂല. തൊട്ടടുത്ത് തന്നെ മോശപ്പെട്ടതാകുന്ന മാലിന്യ കൂമ്പാരമാകുന്ന മാംസാഹാരം കൊണ്ടുവന്ന് വെച്ച് ആ മാംസത്തിലേക്ക് മാലിന്യത്തിലേക്ക് അവരെ നിർബന്ധിക്കുകയും അത് തിന്നാൻ വേണ്ടി മലക്കുകൾ അവരെ തണ്ടുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ അവർ ചെയ്ത തെറ്റ്? ഭാര്യമാരെ വിട്ടിട്ട് അന്യരാകുന്ന ആളുകളിലേക്ക്, സഹോദരിമാരിലേക്ക് പോയവരാ. ഭർത്താവിനെ വിട്ടിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി സുഖഭോഗത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാകുന്ന പെണ്ണാണ്. അവളെ പടച്ചിറപ്പി ശിക്ഷിക്കുന്നത് ഇത്തരത്തിലായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. നടക്കുന്ന ശിക്ഷകളാണ് ഖബറിൽ നടക്കുന്ന ശിക്ഷ. നബി പറഞ്ഞു റഅയ്തു ബിഐനയ്യ, എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടുപോയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെയാണ് ഖബറിലെ അത്ഭുതങ്ങൾ, ഖബർ നടക്കുന്ന ശിക്ഷകൾ. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ് റഅയ്തു ഖൗമാ തുറളഹു റൂസുഹും ബിർറഖസി കമാ കുല്ലമാ റളഖത് ആദതു റൂസുഹും ഇലാ മാ കാനത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് സഹാബത്തേ ഖബറിന് സാരമല്ല, ഖബർ ചെറുതല്ല. ഖബറിലെ ശിക്ഷകളും ഖബറിലെ ബുദ്ധിമുട്ടുകളും ഖബറിലെ അത്ഭുതങ്ങളും അത് വിശാലമാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് റഅയ്തു ഖൗമാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ കണ്ടുപോയി. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയുമോ? പാറക്കല്ലിന്റെ ചീളെടുത്തിട്ട് സ്വന്തമായി തലയിടിച്ച് പൊട്ടിക്കുകയാണ്. രക്തം തലയിലൂടെ ചീന്തുകയാണ്, രക്തം തലയിലൂടെ പാർന്നൊലിക്കുകയാണ്. അവർ മരിക്കുകയാണ്, മരണത്തിലേക്ക് പോവുകയാണ്. മറ്റൊരാൾ ഒരു കല്ലെടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് എറിഞ്ഞാൽ എന്തൊരു വേദനയാണ്. സ്വന്തമായി തന്നെ ആത്മഹത്യ ചെയ്യിക്കുകയാണ്. പാറക്കല്ല് കയ്യിലെടുത്തിട്ട് അവന്റെ തലയിലേക്ക് അവൻ തന്നെ ഇടിക്കുകയാണ്. അവന്റെ തലയിലേക്ക് ആഞ്ഞാനിടിക്കുകയാണ്. പതുക്കെ ഇടിക്കുന്നവന്റെ തലയിലേക്ക് മലക്കുകൾ കല്ലെടുത്തുകൊണ്ടിരിക്കുമത്രേ. എന്നിട്ടോ ആ തലയങ്ങോട് പൊട്ടിപ്പളരുകയാണ്, രക്തങ്ങൾ പൊടിപ്പടുകയാണ്, രക്തം നെറുകളിക്കുകയാണ്, രക്തം വാർന്നൊലിച്ച് കിടക്കുന്നതാകുന്ന സഹോദരൻ അവസാനം മരണത്തിലേക്ക് പോയാണ്. തല പൊട്ടിപ്പിളർന്നുകൊണ്ട് രക്തം വാർന്ന് അവൻ മരണപ്പെട്ടു പോയി കഴിയുമ്പോ ഖബറിലതാ വീണ്ടും അവനിലേക്ക് ആത്മാവിനെ മടക്കുകയത്രേ. മരിക്കുന്ന സമയത്ത് ആത്മാവ് വരും. പിന്നീട് ഖബറിലെത്തുമ്പോൾ ചോദ്യം തുടങ്ങുന്ന സന്ദർഭത്തിൽ ആത്മാവ് നൽകും. റഹ്മാൻ എന്ന മലക്ക് വരുമ്പോ ആത്മാവിനെ തിരിച്ചിടും. എന്നിട്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ചത്തുകിടക്കുന്ന ഡെഡ് ബോഡിയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്നെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടിയൊക്കെ പറയുമ്പോ അവനിലേക്ക് ആത്മാവ് തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നീട് അവന്റെ ശിക്ഷകൾ മുഴുവനും എത്ര ദിവസമാണ്? സുബ്ഹാനല്ലാഹ്, എത്ര ദിവസം ചോദ്യം ഉണ്ടാകുക? എത്ര ദിവസം ഉണ്ടാവും? 2 ദിവസം. ഇമാം സുബ്കി റളിയല്ലാഹു തആല എന്ന് പറയുന്നു ഒരുപക്ഷേ അത് 7 ദിവസമല്ല 40 വരെ ചിലപ്പോൾ നീളാം. അത് ഓരോരുത്തരുടെ വിധി പോലെയാണ്. അതുകൊണ്ടാണ് 3, 7, 11, 40 ഒക്കെ നമ്മുടെ ഇടയിൽ കടന്നു. മനസ്സിലായോ? 3 ഇപ്പോഴും നടക്കുന്നില്ലേ? ഇല്ലേ? ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ പോയി ബിരിയാണി പൊറോട്ട അടിക്കുന്നില്ല. ഇപ്പൊ ഇല്ലെന്നോ? ഇല്ല ഉസ്താദേ, ഇപ്പൊ പഴയ പോലെ ഒന്നും ഫുഡ് കിട്ടുന്നില്ല ഉസ്താദേ. അതാണ് വരാൻ. അതെന്താ സംഭവം? ഈ 3, 7, 11 ഒക്കെ വന്നത് അത്രയും ദിവസം ചോദ്യം ഖബറിൽ നീണ്ടു നിൽക്കും. ഇമാം സുബ്കി റഹിമഹുല്ലാഹ് അതൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, പഠിക്കേണ്ടതാണ്, പഠന വിധേയമാക്കേണ്ടതുമാണ്. ചർച്ച നീണ്ടുപോകും, വേറൊരു വിഷയത്തിലേക്ക് പോകും. നമ്മുടെ ഈ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റൂല. 1-2 വിഷയം പറയട്ടെ, സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. 2 മണിക്കൂർ ആകാറ്.
അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകളെ പറഞ്ഞു കുല്ലമാ റുളിഖത് ആദതി ഇലാ മാ കാനത്. തല പൊട്ടി രക്തം ചീന്ത് വാർന്നൊഴുകി കഴിഞ്ഞ് അവസാനം അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറപ്പെടുവിച്ചിട്ട് വീണ്ടും ആത്മാവിനെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്ത് തല പൂർവാധികം ഭംഗിയാക്കി പഴയ രൂപത്തിലാക്കും. എന്നിട്ട് വീണ്ടും ഇടിക്കാൻ വേണ്ടി കല്ല് കൊടുക്കും, വീണ്ടും ഇടിച്ചു പൊട്ടിച്ച് അങ്ങനെ തന്നെ എവിടം വരെ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ചിന്തിച്ചു നോക്ക്, ഖബറിലുള്ള ശിക്ഷ ഇതാർക്കാ കേട്ടോളി. فقلت لجبريل ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ, ഇതാരെയാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഖബറിൽ ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്രയേറെ നൊമ്പരങ്ങൾ, ഇത്രയേറെ വിഷമങ്ങളും ഇത്രയേറെ ദുഃഖങ്ങളും മനുഷ്യനുണ്ടായിട്ടും ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് കയ്യിലേക്ക് കല്ലിന്റെ ചീള് കൊടുത്തുകൊണ്ട് സ്വന്തമായ തല പൊട്ടിക്കുന്നതാരാണ്? രക്തം ചീന്തുന്നതാരാണ്? രക്തം വാർന്നൊലിച്ച് മരണപ്പെടുന്നതാരാണ്? വീണ്ടും അവനിലേക്ക് ആത്മാവ് മടക്കിയിട്ടുകൊണ്ട് ഇത്ര പ്രയാസപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, ഹൗലാഇല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്, ദുനിയാവിൽ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്. സുബഹിയുടെ ബാങ്കുൽ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുന്നതാകുന്ന സമയത്ത് ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ ഉറങ്ങുന്നതായ സഹോദരനാണ്, ഉറങ്ങുന്നതായ സഹോദരിയാണ്. ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ കച്ചവടം ചെയ്തുകൊണ്ട് കട തുറന്നു വെച്ചുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാ. ഒരു ജോലി തിരക്കുമില്ല, അല്ലാഹുവിലേക്ക് വരാതെ നിൽക്കുന്നവനാണ്. അല്ലദീന തതഫാഖലൂന റൂസുഹും അനിസ്സലാ, ഞായറാഴ്ച ദിവസങ്ങൾ നടക്കുന്ന കല്യാണ മണ്ഡപങ്ങൾ വെച്ച് നമസ്കരിക്കുന്നതാകുന്ന വധൂവരന്മാർ പോലും അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ? വിവാഹ സുദിനത്തില് അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ? എത്രയോ സഹോദരിമാരാണ്, എത്രയോ കല്യാണ വീടുകളാണ് പടച്ചറബ് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്തമാകുന്ന ഒരു സുന്നത്താകുന്ന നിക്കാഹ് നടക്കുന്ന, കാർമികത്വം നടക്കുന്നതാകുന്ന സമയത്ത് പോലും ജമാഅത്തിന് ശ്രദ്ധ പതിപ്പിക്കാത്ത ആളുകളില്ലയോ? മുസ്ലിമീങ്ങളില്ലയോ? എത്രയോ സഹോദരിമാരാണ് ലിപ്സ്റ്റിക് ഇട്ടതാകുന്ന ചുണ്ടുകളുമായി, സന്തരമാക്കപ്പെട്ട കവിൾത്തടങ്ങളുമായി, മനോഹരമാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഓഡിറ്റോറിയങ്ങളിൽ നിരങ്ങുന്ന പ്രിയപ്പെട്ട പെൺകൊടികളെ, എന്തേ പേടിയില്ലയോ? ഭയമില്ലയോ? ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ലയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ, നമസ്കരിക്കാതെ ദുനിയാവിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്, ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാതെ പോകുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ തലയാണ് ഇടിച്ചു പൊളിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പാതിരാത്രി സമയമായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കൽ കടന്നുറങ്ങുകയാണ്. പ്രവാചകന്റെ പൊട്ടിക്കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്. നബിയതാ കരയുകയാണ്. നബിയോട് ഞാൻ ചോദിച്ചു പോയി, നബിയെ, എന്നിൽ നിന്ന് വല്ല വശവും അവിടുത്തേക്ക് സംഭവിച്ചു പോയി നബിയെ, എന്തിനാണ് കരയുന്നതെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ല ഇല്ല ആയിഷ, ഞാൻ കരയുന്നത് അതിനൊന്നുമല്ല. അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ, അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ, ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ്. ഖബറിലെ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകുമേ. ഞാൻ മരണത്തിലേക്ക് ഓർത്തുപോയി, ഖബറിനെ കുറിച്ച് ഓർത്തുപോയി. ഈ കടക്കുന്ന ഞാൻ ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ പോയി കടക്കേണ്ടവനാണല്ലോ എന്നുള്ള ചിന്ത എന്റെ മനോമുഖരത്തിലേക്ക് കടന്നു വന്നുപോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയും എന്നിട്ട് പ്രവാചകൻ ആയിഷയോട് പറയുകയാണ്, അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ, ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ്
യാഥാർത്ഥ്യമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബഅദഹാ സ്വലാതാ ഇല്ലാ വയതഅവ്വദു മിൻഹാ ഐ മിനൽ ഖബ്രി. ഹബീബായ നബി തങ്ങളെ പിന്നീട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ല. എല്ലാ നമസ്കാരത്തിലും അത് സുന്നത്താകട്ടെ ഫർളാകട്ടെ അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്ന സർവ്വ നമസ്കാരങ്ങളിലും ലോകത്തിന്റെ നായകൻ കാവൽ തേടുകയാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്രി. അല്ലാഹുവേ അല്ലാഹ് ഖബറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഇത് പ്രാർത്ഥിക്കാതെ, ഇത് ദുആ ചെയ്യാതെ, ഇത് പ്രവാചകന്റെ ദിനചര്യയാക്കാതെ ഒരൊറ്റ നമസ്കാരവും തന്റെ ജീവിതത്തിൽ പിന്നീട് കഴിഞ്ഞിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ചിന്തിച്ചു നോക്ക്, ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയപ്പാട് എത്രമാത്രം. ആരാണ് ജീവിതത്തിൽ ഒരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാത്ത മുഹമ്മദ് റസൂലുള്ളാഹി? എവിടെ സലാത്ത് ഇപ്പോഴും ഇല്ലല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി. ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം. ഖബറിലെ രക്ഷപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആൻ ഓതുക. ഒന്ന് ഖബറിൽ രക്ഷ കിട്ടണമെങ്കിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ മുൽക്ക് ഓതുക. സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ദിനേന പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലിഫ് ലാം മീം സജദ എല്ലാ ദിവസവും ഓതണം. അലിഫ് ലാം മീം സജദ. അലിഫ് ലാം മീം സൂറത്ത് സജദ സൂറത്ത് അറിയില്ലേ? സജദ സൂറത്ത് ഓതുക. അതിൽ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. ആ സുജൂദ് ചെയ്തുകൊണ്ട് തന്നെ ഓതുക. അത് നമസ്കാരത്തിൽ തന്നെ ഓതുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിലായിരുന്നു പ്രവാചകന്റെ ആ നമസ്കാരം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ റക്അത്തിൽ സജദ സൂറത്ത് ഓതി സുജൂദ് ചെയ്ത് എഴുന്നേറ്റ് വന്ന് വീണ്ടും ആ സൂറത്ത് പൂർത്തീകരിച്ച് രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതി നമസ്കരിക്കുമായിരുന്നു. രാത്രിയിലെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിരുന്നു. ഹദീസ് കാണാം, മാ നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വ സൂറത്തുൽ മുൽക്ക്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിരുന്നില്ല. അലിഫ് ലാം മീം സജദയും സൂറത്തുൽ മുൽക്കും ഓതാതെ നബി തങ്ങൾ ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും നബി പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇന്ന് ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടില്ല. ഇന്നിപ്പോൾ ദുആ രക്കാൻ വേണ്ടി ഓതിയപ്പോഴാണ് 3 വട്ടം ഓതിയത്. ഇതാണ് നമ്മുടെ അവസ്ഥ. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ അതിലൊക്കെ ഒരുപാട് പുരുഷന്മാർ, പ്രായം ചെന്ന ഉപ്പമാരും പ്രായം ചെന്ന ഉമ്മമാരും നമുക്കിടയിലുണ്ട്. അവർ ദിനേന അത് പതിവാക്കുന്നുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഉസ്താദേ, ഞാനിത് ഡെയിലി ചെയ്യുന്നതാണല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ യൂട്യൂബിലൂടെ ലൈവായി പ്രഭാഷണം കേൾക്കുന്നവരുണ്ടാകും. ധാരാളം ആളുകൾ. നിങ്ങളും നിത്യമായി പതിവാക്കണം. എല്ലാ ജോലി തിരക്കും കഴിഞ്ഞ് നിങ്ങൾ രാത്രി വിശ്രമിക്കാമെന്നെങ്കിലും ഈ സൂറത്തുകൾ പതിവാക്കണം. യാസീൻ, ഇദാ വഖഅതിയ തബാറക, അലിഫ് ലാം മീം സജദ. ഖബറിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ അലിഫ് ലാം മീം സജദ നിത്യം പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റൊന്ന് ഹുബ്ബുൻ നബിയാണ്. ഹുബ്ബുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. നബിയോടുള്ള സ്നേഹം വെച്ചവൻ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെയാ സ്നേഹം വെക്കുന്നത്? നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് തന്നെയാണ്. അപ്പോഴാ സ്നേഹം ഉണ്ടെന്ന് തിരിയുന്നു. ഇത് മിണ്ടാൻ നബി ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് സലാത്ത് നിങ്ങൾ ഉറക്കെ ചെല്ലാതിരുന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പോയത്. ഇതിന്റെ വിഷയം ഇങ്ങനെ കടക്കുന്നുള്ളതുകൊണ്ട് അതിലേക്കൊണ്ട് തെന്നിയെന്ന്. നബിയോടുള്ള സ്നേഹമുണ്ട് എങ്കിൽ മഹബ്ബത്തുൻ നബി അതൊരു അടിസ്ഥാന കർമ്മമാണ്, അടിസ്ഥാനമാണ്. അതുണ്ട് എങ്കിൽ ഖബറിലും രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ആ ഭാഗം അവിടെ പൂർത്തീകരിക്കാം. റൗമാൻ എന്ന മലക്ക് വന്നു പോയതിനു ശേഷം പിന്നെ അവിടേക്ക് കടന്നു വരുന്നത് 2 മലക്കുകളാണ്. 2 മലക്കുകൾ. ഖബറിലെ മറ്റൊരു അത്ഭുതം മുൻകർ നകീർ അലൈഹിസ്സലാമിന്റെ കടന്നു വരവാണ്. 2 മലക്കുകൾ കടന്നു വരും. എന്താണ് വരവ്? സുബ്ഹാനല്ലാഹ്. ആരാണ് മുൻകർ നകീർ? ഫജാഅഹുൽ മുൻകർ വന്നകീർ ബൈനഹുമാ വസ്ഫഹുമാ ബൈനൽ വറാ ശഹീർ. ഫജാഅഹുൽ മുൻകർ വന്നകീർ وصفهما بين الورى شهير جعدان أزراق
ورقان أسودان شعرهما يصحبه الرجلان അവർ രണ്ടാളുകളും നിന്നോട് ചോദിക്കുമത്രേ, ആരാണ് രണ്ടാളുകൾ, അവരുടെ കോലം എന്താണ്, അവരുടെ രൂപം എന്താണ്? അസ്വാതുഹുമാ കറഅദിൽ ഖാസിഫ് അബ്സാറുഹുമാ കൽബർഖിൽ ഖാതിഫ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവരുടെ ശബ്ദം വല്ലാത്ത ശബ്ദമാണ്, ഇടിയുടെ ശബ്ദമാണ്, ഇടിയുടെ ശബ്ദമാണ്. സഹാബത്തേ സഹാബത്തേ, ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് കടക്കുന്ന മനുഷ്യൻ ഖബറിൽ നേരിടുന്ന അത്ഭുത പ്രതിഭാസമാണ്. ഖബറിലേക്ക് മുങ്കറും നക്കീറും വരുമ്പോ ഖബറിൽ അതാ വല്ലാത്ത ശബ്ദമാണ്, ശബ്ദമാണ്. കറഅദിൽ ഖാസിഫ്, ഇടിയുടെ ശബ്ദമാണ്, ഇടിയുടെ ശബ്ദമാണ്. വൽ ബർഖിൽ ഖാതിഫ്, മിന്നലെറിയുന്നത് പോലെയുള്ളതാകുന്ന തീജ്വാലയാണ് കണ്ണിലൂടെ പ്രവഹിക്കുക. ആ രണ്ട് കണ്ണുകളെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസറഖാൻ, രണ്ട് കണ്ണുകളും നീല നിറത്തിലുള്ളതാ. അസ്വദാൻ, അവരുടെ മുഖവും അവരുടെ ശരീരമാസകലവും കറുത്തതാണ്, കറുത്തതാണ്. കറുകറുത്ത കരിവാളിച്ച മൃഗമാണ്, കറുകറുത്തതാകുന്ന കരിവാളിച്ച കോലത്തിലാണ് അവരുടെ ശരീരമാസകലമുള്ളത്. നീല നിറത്തിനാലുള്ള കണ്ണുകളാണുള്ളത്. പ്രേതപടങ്ങൾ, ഹൊറർ മൂവികൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ബ്ലൂ വെയിൽ ഗെയിമിന്റെ അടിമകളാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കൊരിക്കലും തന്നെ അത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. ഇത് പ്രവാചകനാണ് പറയുന്നത്, ഇത് റസൂലുള്ളയാണ് പറയുന്നത്. ചില ആളുകളുടെ ബോധം അപ്പോൾ തന്നെ പോകുമത്രേ, പോകുമത്രേ. മലക്കുകൾ വീണ്ടും വിളിക്കുകയാ, വല്ലാത്തൊരു ശബ്ദത്തോടുകൂടിയാണ് അവർ ഖബറിലേക്ക് വരുന്നത്. കറഅദിൽ ഖാസിഫ്, ഇടിയുടെ ശബ്ദമാണ്. ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ഇടിയുടെ ശബ്ദത്തോടുകൂടി ഖബറിലേക്ക് കടന്നു വരുമ്പോ എത്ര ഭയാനകരമാണ്. നമുക്ക് മാത്രമാണ് കേൾക്കാൻ വേണ്ടി ആ മലക്കുകൾ കടന്നു വരുന്നത്. ആകാശത്ത് ഇടിവെട്ടുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണെങ്കിൽ ഖബറിൽ വരുന്നതാകുന്ന മുങ്കർ വരുമ്പോ ആ ഇടിയുടെ ശബ്ദം നമ്മുടെ കാതുകൾക്ക് മാത്രമുള്ളതാണ്, താങ്ങാ കഴിയുകയില്ല. അവരുടെ കണ്ണിൽ നിന്ന് പ്രോചലിക്കുന്ന തീയുടെ പ്രഭാവമുണ്ടല്ലോ, അത് നമുക്ക് താങ്ങാൻ സാധിക്കുകയില്ല. കൽബർഖിൽ ഖാതിഫ്, ആകാശ ലോകത്ത് വരുന്ന മിന്നൽ പിണറുകൾ നോക്കി നിൽക്കാൻ മനുഷ്യ മാനവ നിന്റെ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, സാധിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഖബറിലേക്ക് എത്തുമ്പോ മുങ്കറും നക്കീറും വരുമ്പോ കൽബർഖിൽ ഖാതിഫ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മിന്നലാണ്, മിന്നലാണ് അവരുടെ കണ്ണിലൂടെ ഉണ്ടാവുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വബൈന ഐദീഹിമാ മിർസബത്തുൻ മിൻ ഹദീദ്. സഹാബത്തെ, അവരുടെ രണ്ടാളുകളുടെയും കയ്യിൽ ഇരുമ്പിനാലുള്ള ദണ്ഡുണ്ടത്രേ. ലാ യസ്തതിയു മഅഹദുൻ മിൻ അഹ്ലി സമാവാതി വൽ അർദി അയ്യർഫഉഹാ. ആകാശഭൂമികളിലുള്ള ഏതൊക്കെ സൃഷ്ടികൾ വിചാരിച്ചാലും അതൊന്നെടുത്തുയർത്താൻ മുങ്കറും നക്കീറിനുമല്ലാതെ ഒരാൾക്കും കഴിയുകയില്ല. അത്രമാത്രം കട്ടിയുള്ളതാണ്, അത്രമാത്രം ശക്തിയുള്ളതാ ആ രണ്ട് ദണ്ഡുകൾക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അത്രമാത്രം ശക്തിയുള്ള ദണ്ഡുകളുമായി നീല നിറത്തുള്ള ഇടിമിന്നൽ പിണറുകൾ പോലെയുള്ള കത്തിച്ചൊലിക്കുന്ന പ്രീ പ്രവഹിക്കുന്നത് പോലെയുള്ള കണ്ണുകളുമായി ഇടിയുടെ ശബ്ദവുമായി രണ്ട് തേത്തുകൾ കൊണ്ട് ഖബർ തുറന്നുകൊണ്ട് ഖബറിലേക്ക് തലഭാഗത്ത് നിന്നും കാൽഭാഗത്ത് നിന്നും വന്ന് അവനെ വിളിച്ചുണർത്തി ചാരി നിർത്തിയിട്ട് അവന്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടുപേരും ചോദിക്കുകയാ. ദൂരെ നിന്നല്ല, അടുത്ത് നിന്ന് ചോദിക്കുകയാണ്. പേടിക്കുകയില്ലയോ? ഒരാളുമില്ലാത്ത ഭവനമാണ്. വാപ്പയെ വിളിക്കാൻ വാപ്പയില്ല, ഉമ്മയെ വിളിക്കാൻ ഉപ്പയില്ല. ഈ ദുനിയാവിൽ ഇടിവെട്ടുമ്പോൾ തന്നെ ഭർത്താവിന്റെ നെഞ്ചത്തേക്ക് ചാരിക്കടക്കുന്ന പെങ്ങളെ, ഈ ദുനിയാവിൽ ഒരു വിഷമമുണ്ടാകുമ്പോ ഉമ്മ എന്ന് നിലവിളിച്ചുകൊണ്ട് ഉമ്മയുടെ മാടിത്തടത്തിലേക്ക്
സ്വർഗത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന മക്കളെ, എവിടേക്കാണ് നിനക്ക് പോകാൻ കഴിയുക? ഒരൊളിത്താവളവുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവനോട് ചോദിക്കുകയാണ്, മന റബ്ബുക, മന റബ്ബുക, ആരാണടാ നിന്റെ റബ്ബ്, ആരാണടാ നിന്റെ റബ്ബ്? ഈ ദുനിയാവില് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ദുൽഖർ സൽമാനിനെയും സിനിമാ താരത്തെയും കൊച്ചിയിൽ വന്നിറങ്ങിയ പോൺ സ്റ്റാറാകുന്ന സണ്ണി ലിയോണിനെയും ഒക്കെ ആരാധനയുടെ മണുപ്പട്ടിലേക്ക് എടുത്തു വെച്ച തമ്പുരാക്കന്മാരെ ഹൃദയത്തിലേക്ക് എത്തിയ സഹോദര, നീ പറയുമത്രേ, വിളിച്ചു പറയുമത്രേ, റബ്ബി ലാ അദ്രി, ലാ അദ്രി, എനിക്കറിയില്ല റബ്ബിനെ. എന്റെ റബ്ബ് സിനിമാ താരങ്ങളാണ്, എന്റെ റബ്ബ് പോൺ സ്റ്റാറുകളാണ്. പാതിരാത്രി സമയത്തിന് ശൈയുടെ നിശീതതകൾ ഊരിരുട്ടിനെ പകഞ്ഞു മാറ്റിയിട്ട് മൊബൈൽ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് ഡബ്ല്യു അടിച്ച് അശ്ലീലത ലോകത്തേക്ക് കണ്ണുകളെ കൊണ്ടുപോയ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിളിച്ചു പറയുമത്രേ, എന്റെ റബ്ബ് ഇന്ന ആളാണ്, എന്റെ റബ്ബ് ഇന്ന മനുഷ്യനാണ്, എന്റെ റബ്ബ് ഇന്ന സിനിമാ താരമാണ്, എന്റെ റബ്ബ് ഇന്ന പോൺ സ്റ്റാറുകളാണ്. പറയേണ്ട താമസം മലക്കുകൾ അവരുടെ കയ്യിലിരിക്കുന്ന ദണ്ഡുകൊണ്ട് ആകാശഭൂമികളിലുള്ളതാകുന്ന സർവ്വ സൃഷ്ടികളും എടുത്തുയർത്താൻ ശ്രമിച്ചാലും എടുത്തുയർത്താൻ സാധിക്കാത്തതാകുന്ന അതിഭീമാകാരമാകുന്ന ദണ്ഡുകൾ ഉപയോഗിച്ച് മലക്കുകൾ അവന്റെ തലയിലേക്ക് അടിക്കുമത്രേ, അടിക്കുമത്രേ. അല്ലാ, ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് അവൻ മരിച്ചു പോകുമത്രേ. അവന്റെ തലച്ചോറ് പൊട്ടിപ്പളരുകയാണ്, അവൻ നാമാവശേഷമാവുകയാണ്. ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ അതിന്റെ ശക്തി എത്തുമത്രേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ. മുസ്ലിമായ മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ, വഅദ് കേൾക്കാൻ വന്ന മനുഷ്യൻ, ഈമാനുള്ള പ്രിയപ്പെട്ട ഉമ്മ, ഇൽമുകൾ പഠിച്ച ഉമ്മ, ഖബറിനെ കുറിച്ച് കേട്ടുകൊണ്ട് ഭയചകിതമായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സഹോദരൻ, ഖുർആനുമായി ജീവിതത്തിൽ നടക്കുന്ന സഹോദരൻ, വിക്രമായ ജീവിതത്തിൽ നടക്കുന്ന സഹോദരൻ, അവൻ വിളിച്ചു പറയുമത്രേ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ, ഈ ലോകത്തിന്റെ സർവാധിപതിയാണവൻ, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണവൻ. രാവിലെ തന്നെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ആ നാമം കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരുന്നത്. ഇശാ ബാങ്കും കേട്ടുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് പോയി നമസ്കരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആ റബ്ബാണ് എന്റെ റബ്ബെന്ന് മുഅ്മിൻ വിളിച്ചു പറയുമ്പോ, യഫ്സഹു ലഹു ഖബറു മദ്ദൽ ബസരി, അവന്റെ ഖബർ കണ്ണെത്താ ദൂരത്ത് വിശാലമാക്കുമത്രയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയും മുഅ്മിനീങ്ങളെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായി പറയുന്നത്? ഖബറല്ലേ, ഖബറല്ലേ, നിസ്സാരമാണ്. അടുത്ത ചോദ്യം, മൻ നബിയുക. ഇതൊക്കെ നടക്കാൻ പോകുന്നതാണ് സംഭവം ഖബറിൽ. നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് തൽക്കീനാകാൻ വേണ്ടി പള്ളിയിലെ മൊല്ലാക്ക പോയില്ലെങ്കിൽ നമ്മൾ വേളം ഉണ്ടാക്കും. മൊല്ലാക്ക നാളെ തന്നെ പിരിച്ചു വിടണം, കമ്മിറ്റി കൂടി വേഗമായിട്ട് അള്ളാഹത്ത് മുമ്പരെ പറഞ്ഞു. തൽക്കീൻ എന്താണ് ഓതുന്നത്? അദ്ദേഹം ഖബറിന്റെ അടുത്ത് പോയി എന്താ പറയുന്നത്? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നു. ഖബറിന്റെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഈ ചോദ്യം പറഞ്ഞു കൊടുക്കുക, ഉത്തരവും പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, മരിച്ച ആളുടെ ഖബറിന്റെ അടുക്കൽ ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ നിൽക്കണം. അത് ശക്തമായ സുന്നത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് എത്ര സമയം എടുക്കും? ഒട്ടകടയ്ക്കട്ടെ, നമുക്കാർക്ക് അറിയാത്തോണ്ട് ഒരു പോത്തിനെ അറുത്തിട്ട് ഒരു മാടിനെ അറുത്ത് അതിന്റെ ദാനം ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും? നിങ്ങളാരും പോത്തിനെ അറുത്തിട്ട് എത്ര ടൈം എടുക്കും? ശംസുക അനച്ചുമൂടും ശംസുക ഉറങ്ങാണ്. 2 മണിക്കൂർ. 2 മണിക്കൂർ ഏറ്റവും സുന്നത്തായ ടൈം അതാണ്. ആര് നിൽക്കുന്ന 2 മണിക്കൂർ തയ്ച്ച് ആരെങ്കിലും നിൽക്കോ? മക്കള് നിൽക്കോ? ബാക്കിയുള്ളതൊക്കെ പോട്ടെ. മക്കള് നിൽക്കോ? സ്വത്ത് വേദിക്കാൻ വേണ്ടി ആദ്യം പോകുന്നവരായിരിക്കും.
ഞാനതാ പറയുന്നത്, മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനാണെങ്കിൽ ദിവസങ്ങൾ വാതു വെക്കണം, ഒറ്റ ദിവസം കൊണ്ട് തീരൂല. ഒരു 10 ദിവസം വെച്ചാലും തീരൂല. കാരണം ആയത്ത് ഹദീസ് അതുമായി ബന്ധപ്പെട്ട അത്രത്തോളം കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മയ്യത്ത് നിസ്കരിക്കാൻ വരുന്നത് വളരെ തുച്ഛം. ആ തുച്ഛമായ ആളുകൾ തന്നെ പള്ളിയിലേക്ക് കയറി നമസ്കരിക്കുന്നവർ കുറവ്. പള്ളിയിലെത്തിയാൽ തന്നെ ചിലപ്പോൾ വെളിയിൽ നിൽക്കുക. എന്താ കാര്യം? അത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ചായം വെള്ളം കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ എല്ലാം റെഡിയാക്കുക. ഇത് തിരിക്കാൻ കയറുന്നില്ല. അങ്ങനത്തെ ചില ആളുകൾ. ഇത് കഴിഞ്ഞിറങ്ങിയാലും ചില ആളുകൾ ഈ ചായയും ഈ ഞാലിപ്പൂവും പഴവും കഴിക്കാൻ വേണ്ടി മാത്രമായി നിസ്കരിക്കാൻ വരുന്ന ചില ആളുകൾ ഇറങ്ങിയിട്ട് അത് കഴിക്കാൻ വേണ്ടി നിൽക്കുക, ഖബറിന്റെ അടുത്തോട്ട് പോകുന്നില്ല. ഞാൻ പറയാം, പല ആളുകൾ പല തട്ടാൻ നിസ്കരിച്ചിട്ട് അവിടുന്ന് എന്നെ തടി സലാമത്താക്കും. എന്നാ ശരി, ടാറ്റ ബൈ ബൈ, ഇനി അടുത്ത ഉമ്മ മരിക്കുമ്പോ കാണാം. ഖബറിന്റെ അടുത്തോട്ട് പോകുന്നവരില്ല. ഖബറിന്റെ അടുത്ത് പോയാൽ തന്നെ അവിടെ ചെന്നുകൊണ്ട് ആമീൻ പിടിക്കുന്നവർ എത്ര പേർ? കുറച്ചുപേരിങ്ങനെ മാറി നിൽക്കും. ഇതാരുടെ ഖബറാടെ? ഇത് എന്റെ വല്യപ്പാടെ ഖബറാണ്. പുള്ളി ഭയങ്കര പുള്ളിയായിരുന്നു, ജഗദില്ലിയായിരുന്നു, മരിച്ചു. വേറെ ഖബറിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുക. ഇതിന്റെ അടുത്ത് വന്നിട്ടൊന്ന് സലാം പറയാനോ? ഇനി അവിടെ ചെല്ലുന്ന ആളുകൾ തന്നെ എവിടെയാണ് നിന്ന് സലാം പറയേണ്ടത് അതും അറിയൂല. ഖബറിനെ കടത്തുന്നത് എങ്ങോട്ടാ കടത്തുന്നത്? ഖിബിലക്ക് അഭിമുഖം. ഫഹദ് ബിൻ അബ്ദുൽ അസീസ് ലോകം കണ്ട 3ാമത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. മരണപ്പെട്ടു പോയത്. വലിയ സാമ്പത്തികമുള്ള വ്യക്തിയാണ്. സൗദി ഭരണാധികാരി മരണപ്പെട്ടു. അദ്ദേഹത്തെ മണ്ണിലോട്ട് ചേർത്ത് വെച്ച് അടക്കിയിരിക്കുന്നത്. മണ്ണിലോട്ട് ചേർത്ത് വെച്ചാണ് അടക്കിയിരിക്കുന്നത്. കവിളിത്തടം മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ഖിബിലക്ക് അഭിമുഖമായി കടത്തിയിരിക്കുകയാണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ നീയും തുല്യനാണ്. കരുനാഗപ്പള്ളിയിലുള്ള ഒരു പാവപ്പെട്ട കുടിലിൽ വസിക്കുന്ന സഹോദരനും തുല്യനാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ തിയറി, ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, മണ്ണിലേക്ക് ചേർത്ത് വെക്കുക. എത്ര വലിയ പണക്കാരനായിരുന്നാലും കൈകാലുകൾ സ്വർണ്ണമിട്ട് നടക്കുന്ന സഹോദരിമാർ. പഴയ കാലഘട്ടത്തിൽ സ്ത്രീകൾ കമ്മലിങ്ങനെ ധരിച്ച് ചെവിയിലിങ്ങനെ കമ്മൽ കുട്ടിത്തൂട്ടിയിട്ട സഹോദരൻ ഇന്നങ്ങനെ ഇല്ല. പക്ഷെ എത്ര കമ്മലിട്ടാലും മരിക്കുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ ഊരി മൊത്തം മാറ്റിയാണ്. ഒന്നും കൊണ്ടുപോകില്ലല്ലോ, ഖബറിലേക്കൊന്നും കൊണ്ടുപോകില്ല, ഖബറിലേക്കൊന്നും എത്തൂല. ചിന്തിച്ചു നോക്ക്. എന്താണ് സഹോദരങ്ങളെ, ആ ഖബറിന്റെ സമീപത്ത് വന്ന് എവിടെ വന്ന് നിൽക്കണം ആർക്കെങ്കിലും അറിയൂ? കിബിലയിലേക്ക് അഭിമുഖമായി തിരിച്ചു കടത്തുന്നത് കൊണ്ട് തന്നെ അവന്റെ തലഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അഥവാ കിബിലയ്ക്ക് പിന്തിരിഞ്ഞുകൊണ്ട് യോം വന്ന് നിന്നിട്ട് സലാം പറയാം. കാരണം അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് എങ്ങോട്ടാണ്? കിബിലയിലേക്ക്. അങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ് അടക്കി. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പോലെയാണ് മയ്യത്ത് നിൽക്കുന്നത്. എന്റെ മുഖം നിൽക്കുന്നത് പോലെ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ഭാഗത്ത് ഫ്രണ്ടിൽ വന്ന് നിന്നുകൊണ്ട് അഥവാ സന്ദർശിക്കുന്ന ആള് അവന്റെ പിൻഭാഗമായിരിക്കും കിബിലയിലേക്ക് ആ സമയത്ത്. ഇതൊക്കെ ഉലമാക്കൾ പഠിപ്പിക്കുക. നമ്മളിൽ പലരും അത് അറിയുന്നില്ല. ഇപ്പോഴും സിയാറത്ത് ചെയ്യുന്നവരുണ്ട്, പക്ഷെ എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് അറിയില്ല. പോയി എവിടെയെങ്കിലും നിൽക്കും. ചിലപ്പോൾ തൊട്ടപ്പുറത്തോ മറ്റുള്ള അടുത്തായിരിക്കും നിൽക്കുന്നത്. ഇവിടെ വന്ന് നേരെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നിന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. കാരണം അദ്ദേഹത്തിന്റെ മുഖം കിബിലയ്ക്ക് അഭിമുഖമാണ്. അപ്പൊ അതുകൊണ്ട് ആ മുഖത്തോട് ചേർന്ന് നിന്നിട്ട് സലാം പറയണം. മുഖത്ത് നേരെ തിരിഞ്ഞു നിന്ന് സലാം പറയാം. അല്ലാതെ പുറകെ വന്നിട്ടല്ല സലാം പറയാം. അങ്ങനെയാണല്ലോ ഒരാളോട് സലാം പറയുമ്പോൾ നേരെ മുന്നിൽ വേണ്ടേ? ഖിതാബിന്റെ മുഖാത്തബാകണ്ടേ? ഫ്രണ്ടിൽ വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ് ഖുർആൻ ഓതാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ അവരെ ഓതി. ഫാത്തിഹ ആണെങ്കിൽ അത്, ഇഖ്ലാസ് ആണെങ്കിൽ അത്, യാസീൻ ആണെങ്കിൽ അത്, എന്തല്ലോ ഹത്തോദ് ആണെങ്കിൽ അത് അവിടെ നിന്ന് ഓതി പൂർത്തീകരിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ നേരെ ഇപ്പുറത്ത് വന്ന് തലഭാഗത്ത് നിന്ന് നേരെ ബാക്കിൽ നിന്ന് ഖിബിലയ്ക്ക് അഭിമുഖമായി ഇന്ന് ദുആ ഇരക്കണം. ഇതൊക്കെയാണ് ശൈലി. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അപ്പുറത്ത് പോകണം. എന്നിട്ട് അസ്സലാമു അലൈക്കും അവിടെ പോയി എന്നിട്ട് പറയണം. അല്ലാതെ ഉമ്മായി പാപ്പായി കടക്ക് അവിടെ പറയുന്നത് അസ്സലാമു അലൈക്കും അല്ല സുഖമല്ലേ എന്ന് വെച്ചിട്ട് തിരിച്ചു പോകാനല്ല. അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊന്നും എല്ലായിടത്തൊന്നും കിട്ടൂല. ഇങ്ങനെയുള്ള വാതിലിൽ നിന്ന് കിട്ടിയാൽ അത് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ സിയാറത്ത് ചെയ്യുന്നവരാണ്. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് 10 പേര് സലാം പറഞ്ഞ് ദുആ ചെയ്യണം എന്നുള്ള നിയ്യത്താണ് നമുക്കും അല്ലാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഖബറ് നിസ്സാരമല്ല. അതുകൊണ്ടാണ് മലക്ക് വന്നിട്ട് അവന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഖബറിലേക്ക് കടക്കുന്ന മനുഷ്യനെ മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ദുനിയാവിൽ വെച്ച് തമ്പുരാക്കന്മാരെ റബ്ബായി കരുതിയ ആളുകൾ അവരാണ് റബ്ബി എന്ന് വിളിച്ചു പറയുമ്പോ കയ്യിലുള്ള ഭീമാകാരമാകുന്ന ദണ്ഡ് ഉപയോഗിച്ചവരുടെ തലയ്ക്ക് മേലടിച്ച് അവരെ കൊന്നുകളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വീണ്ടും അവർക്ക് ജീവനിട്ട് കൊടുക്കും. ചോദിക്കും, മൻ നബിയുക, ആരാണ് നിന്റെ നബി? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രം അവിടെ കാണിക്കുമെന്നാണ് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്ന് കാണിക്കും ഖബറിൽ. എന്നിട്ട് ചോദിക്കും, അത്രേ ഈ മനുഷ്യനെ അറിയുമോ? ഈ പുരുഷനെ അറിയുമോ?
ഇദ്ദേഹത്തെ അറിയാം. ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കി നടന്നവരാണ് എങ്കിൽ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്ത കഠിനമായ ഹൃദയമുള്ളവനാണ് എങ്കിൽ, മോശപ്പെട്ട വക്താവാണ് എങ്കിൽ, മുനാഫിഖായ മനുഷ്യനാണ് എങ്കിൽ അവൻ വിളിച്ചു പറയുമത്രേ എനിക്കറിയൂല ഈ മനുഷ്യനെ, ജനങ്ങൾ എന്തോ ഈ മനുഷ്യനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഈ വ്യക്തമായി മനുഷ്യനെ തിരിച്ചറിയുകയില്ല. അപ്പോഴും മലക്കുകൾ അവനെ വീണ്ടും തണ്ടുകൊണ്ടടിക്കുകയാണ്. വീണ്ടും അവൻ മരണത്തിലേക്ക് പോയാണ്. വീണ്ടും അവന് ജീവനിട്ട് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അങ്ങനെ കാലാകാലം അവനെ ഖബറിൽ ശിക്ഷിക്കുമത്രേ, ഇലാ യൗമിൽ ഖിയാമ. ഒരുപക്ഷേ അത് ഖിയാമത്ത് നാൾ വരെ നീളുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്നാൽ സാലിഹായ മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആദർശങ്ങളെ പണയം വെക്കാതെ ജീവിച്ചതായ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനാണ് എങ്കിൽ അവൻ വിളിച്ചു പറയും അത്രേ, ഹദാ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഇതെന്റെ രോമാഞ്ചമാണ്, ഇതെന്റെ ഹൃദയത്തിന്റെ അഭിലാഷമാണ്, ഇതെന്റെ പരിശുദ്ധ പ്രവാചകനാണ്. ഈ പ്രവാചകരുടെ കാലിന്റെ അടിയിലെ ഒരു രോമമാകാൻ, അവിടുത്തെ കാലിന്റെ അടിത്തട്ടിലുള്ളതാകുന്ന മണ്ണിന്റെ ഒരു അംശമാകാൻ വേണ്ടി കൊതിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഹാദിഹി റസൂലുള്ളാഹ്. ഇതെന്റെ റസൂലാണ്, ഇതെന്റെ പ്രവാചകനാണ്, ഇത് ലോകത്തിന്റെ മുത്താണ്, പവിഴമാണ്, മാണിക്യമാണ്, വൈഡൂര്യമാണ്, ഇത് റസൂലുള്ളാഹിയാണെന്ന് ആ മനുഷ്യൻ പറയുമ്പോ, ഹബീബായ നബി തങ്ങളെ തിരിച്ചറിയുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുഫ്സഹു ലഹു ഖബറുഹു 70,000 മുഴം ദൂരം അവന്റെ കണ്ണെത്താ ദൂരം അവന്റെ ഖബറിനെ വിശാലമാക്കുമത്രേ. 70,000 മുഴം അവന്റെ ഖബർ വിശാലമാക്കുകയാ. വയഫ്തഹു ലഹു ബാബം മിനൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിന്നുള്ളതാകുന്ന ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറക്കുകയാണ്. അല്ലാഹു മലക്കുകളെ കൊണ്ട് പറയും അത്രേ, ഇഫ്തഹു ലഹു ബാബം മിനൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ സാബത്തെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ.